ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. മതിൽ കുറച്ച് ഭാഗം ബാക്കിൽ കെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടാൻ വീട്ടിൽ പണിക്കാർ വന്നിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുകയാണ്. കറി മുരിങ്ങാക്കായ പരിപ്പും കൂടിയാണ് കറി വെക്കുന്നത്. അപ്പോൾ പരിപ്പ്, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പരിപ്പൊക്കെ കൂടി അങ്ങനെ ഇട്ട് വേവിക്കുകയാണ് കേട്ടോ. വേവിച്ചതിന് ശേഷം അതിലേക്ക് പരിപ്പ് വെന്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. തക്കാളി വെന്തതിന് ശേഷമാണ് അതിൽ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഉപ്പേരിക്കുള്ള ക്യാബേജൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ അയലയാണ് കിട്ടിയത്. അപ്പോൾ അയല പൊരിക്കുകയാണ് ചെയ്തത്. 2 അയല എടുത്ത് പൊരിച്ച് പരിപ്പ്, പച്ചമുളക്, തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുന്നത്. ഈ മുരിങ്ങാക്കായ കറി വെച്ചിട്ട് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് മുരിങ്ങാക്കായ, നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങാക്കായ തന്നെയായിരുന്നു, അത് കൊണ്ടുവന്നിട്ട് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുരിങ്ങാക്കായ നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ മീനൊക്കെ മസാല തേക്കാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഉപ്പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് മസാല തേച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ ഇറങ്ങി ചെന്നിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുന്നത്. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം നമ്മൾക്ക്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾക്ക് ഇവിടെ പടുക്കാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആദ്യം അത് പടുക്കാതെ ഇട്ടത് അവിടെ നിന്ന് ഒരു മരത്തിൻ്റെ ഒരു കുറ്റി അവിടെ ഉണ്ടായിരുന്നു. അത് JCB ഒന്ന് മാതിയതിന് ശേഷം അവിടെ മതിൽ കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇട്ടതായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവിടെ 2 ആളെ ഉണ്ടായിട്ടുള്ളായിരുന്നു. 2 ആൾ വന്ന് അത് കുറച്ച് ഭാഗമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അതവിടെ കംപ്ലീറ്റ് ആക്കി. അയല ഇതാ മസാല തേച്ച് വെച്ചത് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അയല പൊരിക്കാനാണ് ഇഷ്ടം കേട്ടോ. പൊരിക്കാനും ഇങ്ങനെ കഴിക്കാനുമാണ് ഇഷ്ടം. എൻ്റെ ഉപ്പ ഉള്ളപ്പോൾ എൻ്റെ ഉപ്പ ഞങ്ങൾ വീട്ടിലേക്ക് നമ്മളൊക്കെ നിൽക്കാൻ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അയില ഇങ്ങനെ പൊരിക്കണോ, ഇങ്ങനെ പൊരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തരുവുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് തോന്നുന്നത്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ അയില പൊരിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ പണിക്കാർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി കൊടുക്കേണ്ടിയിരുന്നു. ഇതിൻ്റെ മുന്നേ ഞാൻ വത്തക്ക ജ്യൂസ് അടിച്ചിട്ട് അത് കൊടുത്തിരുന്നു. ഇപ്പോൾ നാരങ്ങ കലക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അൻഫൂൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ചതാണ്. നല്ല ചൂടാണല്ലോ, എന്തൊരു ചൂടല്ലേ, എല്ലായിടത്തും നല്ല ചൂടല്ലേ. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണെന്ന് തന്നെയാണ് അറിയണത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ഉച്ചയൊക്കെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ 12 മണിക്കാണ് അവർക്ക് ചോറ് കൊടുക്കേണ്ടത്. അപ്പോൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ചോറ്, മുരിങ്ങാക്കായ കറി, അയല പൊരിച്ച്, പിന്നെ തൈര് ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് ഉപ്പേരി, പപ്പടം, അതൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ അവർക്ക് കൊടുത്ത്. അപ്പോൾ ഞാൻ ചോറും ഉപ്പേരിയും പപ്പടം എല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടോ. പക്ഷെ കറി കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അതാ കറി കൊടുത്തിട്ടില്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് ഞാൻ കറി എടുക്കുകയാണ് ഇത് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കും ബോറടിക്കണില്ല എന്ന് വിചാരിക്കണേ. ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഓരോ വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഓരോരോ നമ്മൾക്ക് ട്രാവലിങ്ങും കല്യാണത്തിനുള്ള പോകുന്നത് അങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് വരും. പിന്നെ ചെടീൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല വെയിലല്ലേ, അത് കാരണമാണ് പിന്നെ ഹോം ടൂറിനൊന്നും ഞാൻ നിൽക്കാത്തത്. പിന്നെ ചെടിയൊക്കെ ഇപ്പോൾ ഒന്ന് കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി പോയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ചോറ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ്. ഇത് തൈര് എൻ്റെ അനിയത്തി കൊണ്ടുവന്നിരുന്നത്. അത് അവരവിടെ എന്താ പറയുക സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങുന്നത് കേട്ടോ. നല്ല തൈരാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ അടിച്ചോരി തുടക്കാൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് കേട്ടോ. അലക്കാനുള്ളത് ഞാനവിടെ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുതിർത്ത് വെച്ചിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ അലക്കിയിട്ട് ഇപ്പോൾ അത് നമ്മളുടെ കൈപ്പക്ക ഉണ്ടായിരുന്നു. കൈപ്പക്ക ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്നും നോക്കും. പിന്നെ ഒരു ദിവസം 2 ദിവസം നനക്കാതായിട്ട് തോന്നുന്നു പെട്ടെന്ന് അത് പഴുത്തു പോയി. പിന്നെ അത് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ വിത്തെടുത്ത് ഉണക്കി ഇനി ഒന്ന് കുഴിച്ചിടണം. അങ്ങനെ പപ്പായല്ല കൈപ്പക്ക വേറെ അതിലുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനതൊരു 2:30 ആയപ്പോഴത്തേന് നമ്മളെ മതിൽ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നല്ല ചൂടാണ്. അതുകൊണ്ട് ഇവിടെ ഈ മതിൽ ഇപ്പോൾ ഇങ്ങനെ കെട്ടിയ ഭാഗമൊക്കെ 2-3 നേരമായിട്ട് നനക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവർ. അപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കണം, നല്ല എപ്പോഴും നനവ് വേണം, എന്നാലും അത് സെറ്റാവുള്ളൂ എന്ന്. മഴ പെയ്യണില്ലല്ലോ അല്ലേ, വെള്ളമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ ഫാമിലിയിൽ തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചവരെ മക്കളെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഇല്ലാഞ്ഞിട്ടൊക്കെ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വെള്ളമില്ല എന്നൊക്കെ. നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾക്ക് ഇവിടെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇവിടെ പുഴ, ഭാരതപ്പുഴ അടുത്താണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു പുഴ അടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിപ്പോൾ മോന് ഒരു ദിവസത്തിന് വന്നിരുന്നു. അപ്പോൾ അവന് ജാതിക്കൊക്കെ പൊട്ടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു ഞാൻ ഉണക്കാടുത്ത് വെച്ചതാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ ഇതുപോലെ വീണ് കിട്ടിയതൊക്കെ പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുത്തതാണ്. ഇതിപ്പോൾ ഞാനിതാ വോട്ടൊക്കെ ചെയ്ത് കുറച്ച് ദിവസമായിട്ടാണ് വോട്ട് ചെയ്ത് ആ മഷി അടയാളമൊക്കെ കുറേയൊക്കെ പോയി ഇപ്പോൾ. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.